ഹലോ, എൻ്റെ പേര് ജോസ്മി. എൻ്റെ വീട് കൂത്താറോടാണ്. ഞാൻ ആക്ച്വലി നേഴ്സാണ്. കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിലാണ്. ഇതെൻ്റെ സെക്കൻഡ് ചൈൽഡ് നോയൽ. ആളിപ്പോൾ 1.25 വയസ്സായി. അപ്പോൾ ആൾക്ക് 2 മന്ത് ആയപ്പം ലിവറിന് ബിലിയറി അട്രീഷ്യ എന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മേജർ സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു 2 മന്ത് ആൾ ഹോസ്പിറ്റലൈസ്ഡും 1 മന്ത് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അപ്പം അത് കാരണം അവനൊരു ഡെവലപ്മെൻറ്റ് ഡിലേ, മോട്ടോർ ഡെവലപ്മെൻറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ഡോക്ടേഴ്സ് ഒരു ഇൻറ്റൻസീവ് ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്ത കാരണമാണ് ഞങ്ങൾ നാട്ടിലോട്ട് പോരാൻ തീരുമാനം എടുത്തത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് മൗര്യ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തത്. ആളൊരു റിയൽ എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പോൾ എങ്കിലും ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവിടെ അഡൽട്ട് പേഷ്യൻസ് ആണ്, എങ്ങനെയാണ് ബേബിനെ ടേക്ക് കെയർ ചെയ്യുന്നതെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് സാലിക് ഡോക്ടറുമായിട്ടാണ് ആദ്യം കോൺടാക്ട് ചെയ്തിരുന്നത്. ഇപ്പം കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടറിന് കൊടുത്തായിരുന്നു. അപ്പം ഡോക്ടർ നല്ലൊരു 45 ഡേയ്സിലെ ട്രീറ്റ്മെൻ്റ് ആണ് അവർ വിത്ത് ആയുർവേദം ഫിസിയോതെറാപ്പി എല്ലാം കൂടി പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തിരുന്നത്. അപ്പം എല്ലാം കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷനാണെന്ന് തോന്നി. അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ മൗര്യയിൽ വന്നു. അപ്പോൾ ഇവിടെ വന്ന ടൈമിലാണെങ്കിൽ ആൾക്ക് ഇത്ര നെക്കോർഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആൾ ജസ്റ്റ് കമളും എന്ന് മാത്രമല്ല, തിരിച്ച് ഇപ്പോൾ സൂപ്പൻ പൊസിഷൻ പ്രോൺ പൊസിഷൻ ആവും, പ്രോണിൽ നിന്ന് തിരിച്ച് കമളും അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന കണ്ടിന്യൂസ് അവന് ഫിസിയോതെറാപ്പിയും ആയുർവേദ തെറാപ്പിയും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആൾക്കിപ്പം റോൾ ചെയ്യുന്നുണ്ട്. ആൾ വിത്ത് സപ്പോർട്ട് ആൾക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവന് മോട്ടോർ സ്ട്രെങ്ത്ത്, മസിൽ ടോൺ തീരെ കുറവായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കണ്ടിന്യൂസ് ഒരു ഫിസിയോതെറാപ്പി മൂലമാണ് ഇത്രയും ബെറ്റർ ആയത്. ഞങ്ങൾ അവിടെ തെറാപ്പി ചെയ്തിരുന്നെങ്കിലും അത് ഒരു 20 മിനിറ്റ്സ്, വീക്കിലി 20 മിനിറ്റ്സ് ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ഇവന് 2 സെക്ഷനായിരുന്നു, ആയുർവേദവും ഫിസിയോയും. അപ്പം ഇവിടെ വന്ന ടൈമിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ഇവൻ്റെ അസസ്മെൻറ്റ് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. കാരണം അവർ അസസ്മെൻറ്റ് ചെയ്ത രീതി അത്രയും ഒരു ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ബെറ്റർ ഓപ്ഷനാണ്, ഇവന് പറ്റിയൊരു ഓപ്ഷനാണെന്ന് മനസ്സിലായി. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട്, ഒരു നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ബേബിക്കുണ്ട്. അപ്പം ഇവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഷമം ഉണ്ടെങ്കിലും, പക്ഷേ ഇത് ഒരു ഹോസ്പിറ്റൽ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക്. കാരണം ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് തോന്നിയിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഈച്ച് ആൻഡ് എവരി സ്റ്റാഫ്. സോ നോയലിനെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളും എല്ലാവരും മിസ് ചെയ്യും, അതുപോലെ നിങ്ങളും നോയലിനെ മിസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തോട്ട് ഇറങ്ങിയ നോയലിനെ എടുത്തുകൊണ്ട് പോകാൻ ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും ആസ് എ ഫാമിലി മെമ്പേഴ്സ് പോലെ എല്ലാവരും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു ഫിസിയോതെറാപ്പിസ്റ്റ് അരുൺ തോമസ്. അരുണാണ് ഇവനെ മോസ്റ്റ് ഓഫ് ദ എല്ലാ സെക്ഷനും അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവനെ കളിപ്പിക്കാനാണെങ്കിലും എല്ലാവരും, എസ്പെഷ്യലി എല്ലാ ഡോക്ടേഴ്സിനും, ജെ ഡോക്ടറിനും, മഞ്ജു ഡോക്ടറിനും, രഞ്ജിത്ത് ഡോക്ടറിനും, ശ്രീദേവി ഡോക്ടറിനും, ഐറിൻ ഡോക്ടറിനും, അലോഷി, അനന്തു, എല്ലാവരും ശരിക്കൊരു ഫ്രണ്ട്സ്, ഒരു ഫാമിലി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹെഡ് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഞാനും ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സ്ഥാപനം. ഇപ്പോൾ എല്ലാ സ്റ്റാഫിനും, ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റാഫ് തൊട്ട് എല്ലാ സ്റ്റാഫിനും, പിന്നെ ഇവിടുത്തെ മെയിൻ കാസിം ഡോക്ടർ ഇവനെ ഇടയ്ക്ക് വന്ന് ഡോക്ടർ നോക്കാറും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നേഴ്സിംഗ് വിസിറ്റും ഡോക്ടേഴ്സ് റൗണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഒരു ബെറ്റർ കെയർ ഞങ്ങൾക്ക് കിട്ടി. അപ്പം എല്ലാത്തിനും ഒത്തിരി താങ്ക്സ്.